റിയൽമിയുടെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി 14 Pro Plus. അപ്പം റിയൽമിയുടെ തന്നെ മുമ്പ് 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിരുന്നു റിയൽമി GT60 എന്നുള്ള സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം 25,300 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പം റിയൽമിയുടെ തന്നെ രണ്ട് ഫോണുകൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഇതിൽ ഏത് ഫോൺ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം ഈ രണ്ട് ഫോണുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഫോണുകളാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 14 Pro Plusഉം അതുപോലെ തന്നെ റിയൽമി GT60 തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 14 Pro Plusൽ 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽമി GT60ൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസും റെസൊല്യൂഷനൊക്കെയാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും അമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ രണ്ട് ഫോണുകളിലും കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിയൽമി 14 Pro Plusൽ നമുക്ക് കോഡ് കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. എന്നാൽ GT60ൽ രണ്ട് ഭാഗത്തെ കർവേച്ചർ വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ കർവേച്ചർ റിയൽമി 14 Pro Plusൽ വരുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ കുറച്ചും കൂടി കുറവായിരിക്കും. അപ്പം ആ ഒരു കാര്യത്തിൽ റിയൽമി 14 Pro Plusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ റിയൽമി 14 Pro Plusൽ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. റിയൽമി GT60ൽ 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽമി 14 Pro Plusന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1500 nits ആണ്. GT60യുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 6000 nits ആണ്. അപ്പം GT60യിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ റിയൽമി 14 Pro Plusൽ 3840 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റിയൽമി GT60യിൽ 2160 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് ഫീച്ചർ റിയൽമി 14 Pro Plusൽ വരുന്നുണ്ട്. പിന്നെ റിയൽമി 14 Pro Plusൽ ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. GT60യിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പം ഇതിലാണ് ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ വരുന്നത്. അപ്പം ആ ഒരു കാര്യത്തിലും GT60ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ റിയൽമി 14 Pro Plusൽ നമുക്ക് കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ലഭിക്കുന്നുണ്ട്. GT60യുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റും പീക്ക് ബ്രൈറ്റ്നസും അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. മെയിൻ കാര്യം എന്ന് പറയുന്നത് കോഡ് കർവ്ഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഡ്യുവൽ കർവ്ഡ് ഡിസ്പ്ലേയും എന്നുള്ള കാര്യമാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. റിയൽമി 14 Pro Plusന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 196 ഗ്രാമാണ്. GT60യുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 191 ഗ്രാമാണ്. അപ്പം വെയിറ്റ് ഏകദേശം സിമിലർ ആണ്. 14 Pro Plusന്റെ തിക്നെസ് വരുന്നത് 7.99 mm ആണ്. GT60യുടെ തിക്നെസ് വരുന്നത് 8.65 mm ആണ്. അപ്പം തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവ് റിയൽമി 14 Pro Plusലാണ്. പിന്നെ റിയൽമി 14 Pro Plusൽ IP66, 68 അതുപോലെ തന്നെ 69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. GT60യിൽ IP65 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് റിയൽമി 14 Pro Plusൽ വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ റിയൽമി 14 Pro Plusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ 14 Pro Plusൽ കളർ ചേഞ്ചിങ് ബാക്ക് പാൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ റിയൽമി GT60യിൽ അങ്ങനെയല്ല, നോർമൽ ബാക്ക് പാൻറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു കളർ ചേഞ്ചിങ് പ്രോപ്പർട്ടി ഒന്നും അതിന് ഇല്ല. അപ്പം ആ ഒരു കാര്യത്തിലും റിയൽമി 14 Pro Plusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 14 Pro Plusൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. റിയൽമി GT60യിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഏതാണെന്ന് വെച്ചാൽ റിയൽമി GT60യിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറാണ് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. പിന്നെ ഇതിൽ LPDDR5ന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പേ വരുന്നുള്ളൂ. പക്ഷെ ബാക്കി വെർഷൻസിൽ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. പക്ഷേ റിയൽമി 14 Pro Plusൽ LPDDR4Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. അപ്പം ഇതും പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പും റാം ടൈപ്പും ഒക്കെ റിയൽമി GT60യിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിൽ ക്ലിയർ പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് റിയൽമി GT60 ആണ്. അപ്പം ഇത് കുറച്ചും കൂടി പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് ഉണ്ട്. 14 Pro Plusൽ 9 5G ബാൻഡ്സും റിയൽമി GT60യിൽ 12 5G ബാൻഡ്സും ആണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്.
രണ്ട് ഫോണുകളിലും 8 GB റാമും 256 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12 GB റാമും 256 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ റിയൽമി GT60 12 GB റാം 512 GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ രണ്ട് ഫോണുകളിലും VC കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. റിയൽമി GT60 നമുക്ക് IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് GT60 വരുന്നുണ്ട്. അതുപോലെ തന്നെ NFC സപ്പോർട്ടും റിയൽമി GT60 വരുന്നുണ്ട്. പക്ഷേ ഇത് റിയൽമി 14 Pro Plusൽ മിസ്സിംഗ് ആണ്. പിന്നെ രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളും വരുന്നത് Android 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയറുമായിട്ടാണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 14 Pro Plusൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പിന്നിൽ വരുന്നത്. റിയൽമി GT60 ഡ്യുവൽ ക്യാമറ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ രണ്ട് ഫോണുകളിലും 50 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പക്ഷേ 14 Pro Plusൽ സോണി IMX896 മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. റിയൽമി GT60 സോണി LYT600 മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിലും OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 14 Pro Plusൽ എക്സ്ട്രാ ആയിട്ട് 50 മെഗാ ഒരു പെരിസ്കോപ്പ് ലെൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ റിയൽമി 14 Pro Plusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു പെർഫോമൻസിന്റെ കാര്യത്തിൽ റിയൽമി GT60 ആണ് ക്ലിയർ വിന്നറായിട്ട് വരുന്നത് എന്നുള്ള കാര്യം. എന്നാൽ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ റിയൽമി 14 Pro Plus ആണ് ക്ലിയർ വിന്നറായിട്ട് വരുന്നത്. ഇപ്പം ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള മാക്രോ ഫോട്ടോസ് എടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡിങ്ങും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 32 മെഗാ സെൽഫി ക്യാമറ ആണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും ബെറ്റർ റിയൽമി 14 Pro Plus ആണ്. ഇപ്പോൾ ലോ ലൈറ്റ് കണ്ടീഷൻസിലോട്ട് വരുമ്പോഴും റിയൽമി 14 Pro Plus കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയാണ് മെയിൻ നോക്കുന്നുണ്ടെങ്കിൽ റിയൽമി 14 Pro Plus എടുക്കാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമി 14 Pro Plusൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. GT60 5500 mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ ബെറ്റർ ആയിട്ടുള്ള 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 14 Pro Plusൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ വരുന്നുള്ളൂ. പിന്നെ രണ്ട് ഫോണുകളിലും Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി റിയൽമി 14 Pro Plusൽ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ചാർജിംഗ് സ്പീഡ് റിയൽമി GT60 വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് രണ്ട് ഫോണുകളുടെയും ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമി 14 Pro Plusന്റെ 8 GB റാം 128 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 29,999 രൂപയാണ്. GT60 ഈ വെർഷന്റെ വില വരുന്നത് 25,330 രൂപയാണ്. പിന്നെ റിയൽമി 14 Pro Plusന്റെ 8 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 31,999 രൂപയാണ്. റിയൽമി GT60 ഈ വെർഷന്റെ വില വരുന്നത് 26,976 രൂപയാണ്. അതുപോലെ തന്നെ റിയൽമി 14 Pro Plusന്റെ 12 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 34,999 രൂപയാണ്. റിയൽമി GT60 ഈ വെർഷന്റെ വില വരുന്നത് 29,998 രൂപയാണ്. പിന്നെ റിയൽമി GT60 12 GB റാം 512 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 32,995 രൂപയാണ്. അപ്പം വിലയുടെ കാര്യത്തിൽ കമ്പാരിറ്റീവ്ലി വില കുറവ് റിയൽമി GT60ക്കാണ്. അപ്പം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ രണ്ട് ഫോണുകളും പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റിയൽമി GT60 എടുക്കുക. അല്ല ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റിയൽമി 14 Pro Plusഉം എടുക്കാവുന്നതാണ്. അതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി മൊത്തത്തിൽ നോക്കുമ്പോൾ റിയൽമി 14 Pro Plus നമുക്ക് എക്സ്ട്രാ ആയിട്ട് കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. കളർ ചേഞ്ചിങ് ബാക്ക് പാനൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ബെറ്റർ ആയിട്ടുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട്. റിയൽമി GT60 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസർ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. IR ബ്ലാസ്റ്ററിന്റെ ഫീച്ചർ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. NFC സപ്പോർട്ട് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട്. പിന്നെ വിലയും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഏത് സെലക്ട് ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ റിയൽമി GT60 ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യം എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്, ക്യാമറ എന്നുള്ളതിനേക്കാളും. അതുകൊണ്ട് ഞാൻ 60 സെലക്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.